Today let's discuss about theorem 51.15, which is named as primitive element theorem. The statement is like this: let E be a finite separable extension of a field F, then there exists alpha element of E such that E is equal to f of alpha. Such an element alpha is called a primitive element. That is, a finite separable extension of a field is a simple extension. So what the statement says is, E എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ ഒരു ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇ എന്ന് പറഞ്ഞ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഫീൽഡ് ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. Given E is a finite separable extension of a field F, what we have to prove is E is a simple extension of F. Let's recall the definition of simple extension by definition 29.17. An extension field E of a field F is a simple extension of F if E is equal to f of alpha for some alpha element of E. അപ്പോൾ നമ്മുടെ ഈ തിയറത്തിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഫോർ സം ആൽഫ എലമെൻറ്റ് ഓഫ് ഇ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. സോ ഇൻ ദിസ് പ്രൂഫ് we have got two cases. The case one is when f is a finite field and case 2 is when f is an infinite field. Okay. Let's move on to case 1 where f is a finite field. Let f be a finite field. f a finite field ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്ന് നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് കൺസിഡർ ഇ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇ സ്റ്റാറിനകത്ത് ഇക്കകത്തെ എലമെൻസിൽ നിന്ന് 0 ഒഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം സോ വി ഹാവ് എ തിയറം 33.5 വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് F star under multiplication of non-zero elements of a finite field F is cyclic. അപ്പോൾ നമ്മളുടെ കേസിൽ ഇ സ്റ്റാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ആക്ച്വലി എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് of non-zero elements of a finite field E and it is cyclic. അപ്പം സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ജനറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ജനറേറ്ററിനെ നമ്മൾ ആൽഫ എന്നാണ് എടുത്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇ എന്ന് പറഞ്ഞ ഫീൽഡിനെ നമുക്ക് എഫ് ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. കാരണം വെച്ചാൽ ആൽഫ ജനറേറ്റർ ആയതുകൊണ്ട് ഈ സ്റ്റാറിനകത്തെ എല്ലാ എലമെൻസിനെയും നമുക്ക് ഈ ജനറേറ്റർ വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇ എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ കൂടെ ആൽഫയും കൂടെ അഡ്ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെൻറ്റ് which implies that E is a simple extension of F. So case 1 proof is complete. Let's move on to case 2 when F is an infinite field. In this we assume that F is an infinite field and we prove our theorem in the case that E is equal to f of beta comma gamma. Okay, so this proof is completely dependent on some constructions which we will have to keep in mind, and this case 2 is proved with respect to the mathematical induction. So E എന്ന് പറഞ്ഞത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എഫ് ഇൻഫൈനൈറ്റ് ആണെന്നാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇ എന്ന് പറഞ്ഞ ഈ ഫീൽഡിനെ എഫിൻ്റെ കൂട്ടത്തിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പം നമുക്ക് ആക്ച്വലി ഇ എന്ന് പറഞ്ഞ ഫീൽഡ് എഫിൻ്റെ ഫൈനൈറ്റ് സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് നമുക്ക് കാണിച്ചാൽ മതി. അപ്പം ഈ കേസിൽ നമ്മൾ എടുക്കുന്നത് ഇ എന്ന് പറയുന്നത് എഫ് ഓഫ് ബീറ്റ കോമ ഗാമ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എഫ് ഓഫ് ബീറ്റ കോമ ഗാമ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ നമുക്ക് കിട്ടും. ഇ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് കിട്ടും. So first we consider the irreducible polynomial of beta and gamma over f respectively. അപ്പം irreducible polynomial of beta over f എന്ന് പറയുന്നതിന് നമുക്ക് n distinct zeros ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ അതിനെ നമ്മൾ ബീറ്റ ഈക്വൽ ടു ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 എക്സെട്ര ബീറ്റ n ആയിട്ട് എടുക്കുക. n distinct zeros. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഗാമ ഓവർ എഫ് എന്ന് m distinct zeros ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഗാമ ഈക്വൽ ടു ഗാമ 1, ഗാമ 2, ഗാമ 3 എക്സെട്ര ഗാമ m എന്ന് വിചാരിക്കുക. ഇൻ എഫ് ക്ലോഷർ വെയർ ഓൾ ദി സീറോസ് ആർ ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 എന്ന് പറഞ്ഞാൽ ഈ ഓരോ റൂട്ടും നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫിന് n ഡിസ്റ്റിങ്ക്ട് റൂട്ട്സും ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഗാമ ഓവർ എഫിന് m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സും ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം മൾട്ടിപ്ലിസിറ്റി 1 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. By corollary 51.10, we know that if E is a finite extension of f, then E is separable over f if and only if each alpha in E is separable over f. അപ്പം E എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൽഫ എൻ ഈ സെപ്പറബിൾ ഓവർ എഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരു റിമാർക്കുണ്ട് ഈ സെക്ഷനിൽ തന്നെ. ദറ്റ് റിമാർക്ക് സേസ് ദാറ്റ് ആൽഫ ഇസ് സെപ്പറബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ഹാസ് ഓൾ സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1. അപ്പോൾ നമ്മളുടെ കേസിൽ ആൽഫ സെപ്പറബിൾ ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആൽഫ ഓവർ എഫ് എടുത്താലും അതിൻ്റെ എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൾ സീറോസ് ആർ ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. സിൻസ് എഫ് ഇസ് ഇൻഫൈനൈറ്റ്, we definitely can find an element of f such that a not equal to beta I minus beta divided by gamma minus gamma j for all I and j where j not equal to 1. ഇങ്ങനെ ഒരു a എന്ന് പറഞ്ഞ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എഫ് എന്ന് പറഞ്ഞ ഫീൽഡ് ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. ഈ കേസിൽ നമ്മൾ ജെ നോട്ട് ഈക്വൽ ടു 1 എന്ന് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജെ ഈക്വൽ ടു 1 ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ ഗാമ മൈനസ് ഗാമ ജെ എന്ന് പറയുന്നത് ഗാമ മൈനസ് ഗാമ 1 എന്ന് വരും. ഗാമ 1 എന്ന് പറയുന്നത് ഗാമയാണെന്ന് ഓൾറെഡി മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാമ മൈനസ് ഗാമ എന്ന് പറയുന്ന 0 വരും. ഡിവിഷൻ ബൈ 0 ഇസ് അൺഡിഫൈൻഡ്. അതുകൊണ്ടാണ് നമ്മൾ ജെ നോട്ട് ഈക്വൽ ടു 1 എന്ന് എസ്പെഷ്യലി ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൺസ്ട്രക്ഷനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം എ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് ഗാമ ജെ ഫോർ ഓൾ ഐ ആൻഡ് ജെ വെർ ജെ നോട്ട് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എ ഇൻറ്റു ഗാമ മൈനസ് ഗാമ ജെ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എ ഗാമ മൈനസ് എ ഗാമ ജെ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ. അപ്പം ബീറ്റയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ബീറ്റ പ്ലസ് എ ഗാമ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് എ ഗാമ ജെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ എ ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. നെക്സ്റ്റ് വി ചൂസ് ആൻ എലമെൻറ്റ് ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് എ ഗാമ. ഇതും വേറൊരു കൺസ്ട്രക്ഷനാണ് ഈ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആൽഫ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് എ ഗാമ ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ പ്ലസ് എ ഗാമ, ബട്ട് ഇക്വേഷൻ എയിൽ നിന്ന് നമുക്ക് ബീറ്റ പ്ലസ് എ ഗാമ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ പ്ലസ് എ ഗാമ ജെ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൽഫ ഈക്വൽ ടു ബീറ്റ പ്ലസ് എ ഗാമ which is not equal to beta I plus a gamma j എന്ന് നമുക്ക് കിട്ടും യൂസിങ് ഇക്വേഷൻ എ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ പ്ലസ് എ ഗാമ ജെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
ഈ എ ഗാമ ജെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ആൽഫ മൈനസ് എ ഗാമ ജെ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ ഫോർ ഓൾ ഐ ആൻഡ് ജെ നോട്ട് ഈക്വൽ ടു 1. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓർ എഫിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പേരിൽ ഡിനോട്ട് ചെയ്യുവാണ്. അതാണ് നമ്മളുടെ ഇക്വേഷൻ സി. F of x equal to irreducible polynomial of beta over f, which is taken as equation C, and we consider a new polynomial h of x defined by h of x is equal to f of alpha minus ax, which is an element of f of alpha of x. ഇതിനെ നമ്മൾ ഇക്വേഷൻ ഡി ആയിട്ട് എടുക്കുവാണ്. ഇതെല്ലാം കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഡിക്കകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എച്ച് ഓഫ് ഗാമ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമ എന്ന് കിട്ടും. ഈ ആൽഫ മൈനസ് എ ഗാമ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൽഫ ഈക്വൽ ടു ബീറ്റ പ്ലസ് എ ഗാമ എന്നാണ്. അതിനകത്തുനിന്ന് ആൽഫ മൈനസ് എ ഗാമ എന്ന് പറയുന്നത് ബീറ്റ എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമയ്ക്ക് പകരം എഫ് ഓഫ് ബീറ്റ എന്ന് കിട്ടി. അപ്പം ബീറ്റ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ റൂട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് 0 ആണല്ലോ. അതുകൊണ്ടാണ് എഫ് ഓഫ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എച്ച് ഓഫ് ഗാമ ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ടേക്കൺ ആസ് ഇക്വേഷൻ ഇ. നെക്സ്റ്റ്, വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ഗാമ ജെ ഇൻ ഇക്വേഷൻ ഡി. വാട്ട് ഡു വി ഗെറ്റ്? എച്ച് ഓഫ് ഗാമ ജെ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമ ജെ. അപ്പോൾ എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമ ജെ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും യൂസിങ് ഇക്വേഷൻ ബി. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ എഫ് ആയിട്ട് എടുക്കുവാണ്. പക്ഷേ ബീറ്റ ഐ എന്ന് പറയുന്നത് നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ 0 ആണ്. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബീറ്റ ഐ ഈക്വൽ ടു 0 ആണ്. സോ വാട്ട് ഡു വി ഗെറ്റ്? എച്ച് ഓഫ് ഗാമ ജെ not equal to f of beta I, which means that h of gamma j not equal to 0. Okay, so h of gamma j can take two distinct values in this case. So the values of h of gamma j is given by 0 for j equal to 1 and not equal to 0 when j not equal to 1, using equations E and F above. Now, since h of gamma equal to 0, ഗാമ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ്. എച്ച് ഓഫ് ഗാമ എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഗാമ ഓവർ എഫിനെ ജി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ജി ഓഫ് ഗാമ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗാമ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ റൂട്ടാണെന്നും കിട്ടിയിട്ടുണ്ട്. ഗാമ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ റൂട്ടാണെന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഗാമ ഇസ് എ കോമൺ റൂട്ട് ബിറ്റ്വീൻ ബോത്ത് എച്ച് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് ആൽഫ ഓഫ് എക്സ്. അപ്പം ഇതെന്ന് പറയുന്നത് ലീനിയർ ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാമ എന്ന് പറയുന്ന ഒരെണ്ണം കോമൺ റൂട്ടാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗാമ എന്ന് പറയുന്ന റൂട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ് മൈനസ് ഗാമ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ലീനിയർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? Now, beta equal to alpha minus a gamma. അപ്പം ഇതെന്ന് പറയുന്നതും എഫ് ഓഫ് ആൽഫയുടെ ഒരു എലമെൻ്റ് ആയിട്ട് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഗാമ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫയിൽ ബിലോങ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. ബീറ്റ എന്ന് പറയുന്നതും എഫ് ഓഫ് ആൽഫയിൽ ബിലോങ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എഫ് ഓഫ് ബീറ്റ ഗാമ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. That is E is equal to f of beta comma gamma which is equal to f of alpha. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആൽഫ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എലമെൻ്റ് ആണ്. ഓൾസോ E is a simple extension of f.
So in case 1 also we have proved that E is equal to f of alpha, where alpha belongs to E, which means that E is a simple extension of f. And case 2, when f is an infinite field, also we have proved that E is a simple extension of f. So in total we get that E is a simple extension of f. Hence the theorem. Let's move on to the corollary of this theorem. Corollary 51.16. The statement says like this: a finite extension of a field of characteristic 0 is a simple extension. So moving on to the proof, let's consider the finite extension of a field f as E, which is of characteristic 0. Okay, so by theorem 51.13, every field of characteristic 0 is perfect. And what is the definition of perfect field? By definition 51.12, a field is perfect if every finite extension is a separable extension. So in our case, given that it is of characteristic 0, so every field of characteristic 0 is perfect, and a field is perfect if every finite extension is a separable extension. So we get E is a finite separable extension of F. From theorem 51.15, we know that let E be a finite separable extension of a field f, then there exists alpha element of E such that E is equal to f of alpha. That is, a finite separable extension of a field is a simple extension. So by using this theorem 51.15, we can say that E is a simple extension of f. Hence the corollary. Hope it is clear to all. Thank you.